ട്രാവൽ ടേൽസ് ബൈ നിബിൻ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാർക്കോയിലെ ജബലലിയ പാർക്കോ എന്ന സ്റ്റേഷന് ഫ്രണ്ടിലാണ്. ഇവിടെ നേരത്തെ മൊത്തം മണ്ണും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം കുറച്ച് ഡെവലപ്പായി, ഇപ്പം നല്ല സൗകര്യമാണ്. പാർക്കിങ്ങിൻ്റെ ഒരു പ്ലേസാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പം നല്ല വിശാലമായിട്ട് പാർക്ക് ചെയ്യും, പക്ഷേ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള വാഹനങ്ങളൊന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ഒരു റൗണ്ടാണ്, കോട്ടയത്ത് ഒരു റൗണ്ട് പോലത്തെ ഒരു റൗണ്ടാണ്. അവിടെ എല്ലാം ഉണ്ട്. ഷോപ്പിംഗ് മാൾസ് ഉണ്ട്, മെഡിക്കൽ ഷോപ്സ് ഉണ്ട്, ഹോസ്പിറ്റലുണ്ട്, ബാങ്കുണ്ട്, ഡ്രൈവിംഗ് സ്കൂൾസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഏകദേശം ദുബായിലുള്ളവർക്ക് അറിയാവുന്നൊരു സ്ഥലം കൂടിയാണിത്. ഈ പാർക്കോ ബസ് സ്റ്റോപ്പിന് കുറേ പ്രത്യേകത ഉണ്ട്. ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ് അൽ ഖുബൈബ എന്ന് പറഞ്ഞ ബസ് സ്റ്റേഷനിലോട്ടുള്ള ബസ്സുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് ഷാർജയിലോട്ടുള്ള ബസ് ഇവിടുന്നുണ്ട്. ഇവിടുന്ന് 1.5 മണിക്കൂറേ കാണുള്ളൂ ഷാർജയ്ക്ക്. 15 ദിർഹംസ് 20 ദിർഹംസ് ആ റേഞ്ചിലേ വരുള്ളൂ എക്സ്പെൻസ്. നല്ല ഒരു ഏരിയയും കൂടിയാണ്, പക്ഷേ ഇതൊരു ലേബർ ഏരിയയാണ്. ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ഒരു നല്ലൊരു ഏരിയയാണ്. അല്ലാതെ ഫാമിലി ആയിട്ട് ഉള്ള ആൾക്കാരല്ല ഇവിടെ ഉള്ളത്. ഏകദേശം ഇൻഡസ്ട്രിയൽ ഏരിയയിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് പാർക്കോ. ഞാൻ താമസിക്കുന്ന ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. ഞാൻ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്ന് നല്ല ഏരിയയിലോട്ട് പോയിട്ടാണ് എൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഈ വീഡിയോ ദുബായിലുള്ളവരെ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് പോകാൻ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ചുള്ള കമൻറ്റുകൾ എൻ്റെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ ഇടണം. എനിക്ക് നിങ്ങളുടെ സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല വീഡിയോസ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റും. ലീവിൻ്റെ സമയങ്ങളിലൊക്കെ ആൾക്കാർ വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ലാസ്റ്റ് കിടക്കുന്ന ബസ് കണ്ടോ, അത് ഷാർജയ്ക്കുള്ള ബസ്സാണ്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവരും തീർച്ചയായും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ നിന്ന് സജഷൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ കമൻറ്റ് ചെയ്യുന്ന ഞാൻ തിരഞ്ഞെടുക്കുന്ന 3 പേർക്ക് സ്മാർട്ട് വാച്ച് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വീഡിയോ കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റ് മോശമാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്.